വയനാട്ടിൽ പച്ചിലക്കാട് കണ്ടെത്തിയ കടുവയെ പുളിക്കവയലിൽ നിന്നും നീർവാരം വനത്തിലേക്ക് കടത്തിവിടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം പരാജയപ്പെട്ടു. 80 ഉദ്യോഗസ്ഥരെയും കുംകി ആനകളെയും വെച്ചാണ് ഇന്നലെ കടുവാ ദൗത്യം ആരംഭിച്ചത്. നീർവാരം വനത്തിലേക്കുള്ള സഞ്ചാരപഥം മാറ്റി കടുവ ഓടുകയായിരുന്നു. ഏതായാലും ഇന്ന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷ്ല ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കുന്നതിനടക്കമുള്ള ഉത്തരവുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇന്നലെ ദൗത്യം പരാജയപ്പെട്ടിരുന്നു കടുവയെ കാട് കയറ്റാനുള്ള. ഇന്ന് ദൗത്യം ആരംഭിച്ചോ? ഇന്നത്തെ നീക്കങ്ങൾ എങ്ങനെയാണ്? മനു, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പിന്നിലുള്ള ആ ഒരു മുളങ്കാട് ആ വഴിയാണ് കടുവ ഇന്നലെ പോകും എന്നുള്ള ഒരു പ്രതീക്ഷ വനംവകുപ്പിന് ഉണ്ടായിരുന്നത്. നീർവാരം വനത്തിലേക്കുള്ള വഴിയാണിത്. ഈ നീർവാരം വനത്തിലേക്കുള്ള വഴിയിലേക്ക് കടുവയെ കടത്തിവിടാൻ വേണ്ടിയാണ് ഈ കാണുന്ന വയലിൻ്റെ 3 ഭാഗത്തും 80ഓളം ഉദ്യോഗസ്ഥരും 2 റേഞ്ച് ഓഫീസർമാരും കുങ്കി ആനകളും അടക്കം നിർത്തിയത്. ആ കാണുന്ന പൊന്തക്കാടിലായിരുന്നു ഇന്നലെ ഉച്ച മുതൽ കടുവയെ സ്പോട്ട് ചെയ്തിരുന്നത്. അവിടെ നിന്നും ഇന്നലെ രാത്രി ആരംഭിച്ച ദൗത്യം ആരംഭിച്ചപ്പോൾ പടക്കം പൊട്ടിച്ചും കുങ്കിയാനകളെ ഒക്കെ വെച്ചുകൊണ്ടും കുങ്കിയാനകളുടെ സ്മെൽ അടിച്ചാൽ പോലും ഇത് വനത്തിലേക്ക് പോകും, അവിടെ നിന്നും എഴുന്നേറ്റ് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ച് ആനകളെ ഉപയോഗിച്ചും വനത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമം പെട്ടെന്ന് തന്നെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പരാജയപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിതമായി കടുവ വയലിന് നടുവിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഇടതുഭാഗത്തുള്ള തോട്ടം ഭാഗത്തേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്കാണ് കടുവ കടന്നുപോയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ക്യാമറ ട്രാപ്പുകൾ, ഇന്നലെ വെച്ച 5 ക്യാമറ ട്രാപ്പുകളുണ്ട്. ആ ക്യാമറ ട്രാപ്പുകൾ ഇന്ന് പരിശോധിക്കും. അതുമാത്രമല്ല തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടായിരുന്നു. അത് ഈ ക്യാമറ ട്രാപ്പുകളിലൊക്കെ പതിഞ്ഞ ചിത്രങ്ങൾ ഒക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഇന്ന് ദൗത്യം ആരംഭിക്കുക. അതായത് ഇന്നലെ രാത്രി വയലിൽ നിന്ന് കടുവ ജനവാസ മേഖലയിലേക്ക് ഓടിക്കയറി. രാത്രി അതിന്റെ സഞ്ചാരപഥം ആ സമയത്തിന് ശേഷം പിന്നീട് നിരീക്ഷിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ക്യാമറകളിൽ അതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ? നമുക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്? മേച്ചേരി കുന്നിലേക്കാണ് കടുവ ഇന്നലെ കയറിപ്പോയത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ കാപ്പിത്തോട്ടത്തിൻ്റെ മുകളിലേക്കാണ് കയറിപ്പോയിട്ടുള്ളത് കടുവ. അതുവരെയുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കടുവ കയറിപ്പോകുന്നതൊക്കെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജനവാസ മേഖലയ്ക്ക് അപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് കടുവയെ അവർ സ്പോട്ട് ചെയ്തിരുന്നു ഇന്നലെ രാത്രി തന്നെ. അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സർവേലൻസിന് ഉള്ളിൽ തന്നെയാണ് ഈ ഒരു കടുവയുള്ളത് എന്നുള്ള കാര്യം വളരെ ആശ്വാസകരമാണ്. മാത്രമല്ല ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു പരിധിയിൽ തന്നെയാണ് ഇപ്പോഴും കടുവയുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അത് അറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം നടക്കും. എന്നാൽ പകൽ കടുവ വിശ്രമത്തിലായിരിക്കും. രാത്രി കാലങ്ങളിൽ മാത്രമേ ഇത് സഞ്ചരിക്കുകയുള്ളൂ, വനത്തിലേക്കുള്ള യാത്ര തുടരുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അത് വനത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ള ദൗത്യമായിരിക്കില്ല. ഇന്ന് മിക്കവാറും മയക്കുവെടി വെക്കാൻ തന്നെ ആയിരിക്കും തീരുമാനം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഉത്തരവ് പ്രകാരം ആദ്യം വനത്തിലേക്ക് തന്നെ കടുവയെ കൊണ്ടുപോവുക, അതിനുശേഷം അത് പരാജയപ്പെട്ടാൽ കൂടുകൾ സ്ഥാപിക്കുക, കൂട്ടിലേക്കും കടുവ കയറിയില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആ രീതിയിലായിരിക്കും, ആ ക്രമീകരണത്തിനനുസരിച്ചായിരിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഇന്നലെ 2 ദൗത്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെ വനത്തിലേക്ക് കടുവയെ തിരിച്ചയക്കുന്ന ദൗത്യം അത് പരാജയപ്പെട്ടു. അടുത്തത് കൂടുവെക്കലാണ്. അത് ഇന്നലെ രാത്രി തന്നെ കൂടുവെച്ചിരുന്നു. അതിലും ഇന്ന് രാവിലെ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ദൗത്യം എന്ന് പറയുന്നത് മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇന്ന് 8 മണി മുതൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു, തീർച്ചയായും. ഒപ്പം തന്നെ ഇപ്പോൾ കടുവ നിരീക്ഷണത്തിലാണെങ്കിൽ പോലും സ്വാഭാവികമായും വലിയ ആശങ്ക പ്രദേശത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് ഇന്നലത്തെ പോലെ നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നും അവധി നൽകിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്?
പനമര പഞ്ചായത്തിൽ ഇന്ന് അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മേച്ചേരിക്കുന്ന് ഭാഗങ്ങളിലെ പനമരം പഞ്ചായത്തിലെ മേച്ചേരിക്കുന്ന് ഭാഗത്ത് ആരും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ് അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പോയിരുന്നു. കടുവയാണ്, കടുവ പെട്ടെന്നാണ് പ്രതികരിക്കുക. അത് ഏത് രീതിയിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ പുറത്തേക്ക് വിടരുത്, വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പോലീസ് നിർദ്ദേശം ആ സമയത്ത് തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ രാത്രികാലത്ത് തന്നെ പോയിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ജോഷ്ല, അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണ്? വലിയ ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അവരോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? വനം വകുപ്പ് സ്വീകരിച്ച നടപടികളെ കുറിച്ചൊക്കെ അവർ തൃപ്തരാണോ? എന്താണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്? തീർച്ചയായും മനു, ഇന്നലെയൊക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ ആളുകൾ വന്നു നിന്നിരുന്നു. കടുവയെ ആയതുകൊണ്ടും മാത്രമല്ല ഈ ഒരു ക്രമീകരണങ്ങളൊക്കെ കാണുക എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ഒരു ഭാഗത്ത് ആളുകൾ വന്നു നിന്നിരുന്നു. എന്നാൽ ഗതാഗത സംവിധാനം അടക്കം ക്രമീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആരും ഈ ഭാഗത്ത് വരരുതെന്ന് പറഞ്ഞിരുന്നു. പോലീസ് ഇവരെയൊക്കെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ മാത്രമാണ് ഇവിടെ വരെ എങ്കിലും വരാൻ അനുവദിക്കുന്നത്. ആരെയും ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ആളുകൾ ആശങ്കയിൽ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം തന്നെ ആളുകൾ എന്തുകൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കാത്തത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ പോലും വന്നിരുന്നു. എന്നാൽ ഇതിനൊക്കെ തന്നെ ഒരു ക്രമമുണ്ട്. കാരണം കടുവയുടെ ശീലങ്ങൾ ഇതൊക്കെ തന്നെ പഠിച്ചുകൊണ്ടാണ്, കടുവ എങ്ങനെയൊക്കെയാണ് ചലിക്കുക എന്നുള്ളതൊക്കെ തന്നെ പഠിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടുമാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ ദൗത്യം വിജയിപ്പിക്കാൻ വനംവകുപ്പിന് സാധിക്കുകയുള്ളൂ. രാത്രി കാലത്ത് മാത്രമാണ് കടുവ ഈ വനപ്രദേശത്തേക്ക് പോവുക എന്നുള്ളത് കൊണ്ടാണ് രാത്രി വരെ ഇന്നലെ മറ്റെല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് 80 ഉദ്യോഗസ്ഥന്മാർ മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരം ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തിയത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ മിനിഞ്ഞാന്ന് തുടങ്ങിയതാണ് തെർമൽ ഡ്രോൺ അടക്കമുള്ള പരിശോധന. ഇവരുടെ ഒരു സ്പോട്ടിൽ നിന്നും കടുവ മറ്റെങ്ങോട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ നിന്നും കടുവ മറ്റെങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരം. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധ രൂപത്തിലൊന്നും മാറിയിട്ടില്ല. കാരണം ജനങ്ങൾക്ക് അറിയാം, ഈ നാട്ടുകാർക്ക് ഇതൊക്കെ തന്നെ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് അവർക്കറിയാം ഇതിനൊക്കെ തന്നെ ക്രമങ്ങളുണ്ട്. ആ ഒരു ക്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് കടുവയുടെ സ്വഭാവ രീതികൾ വെച്ചുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ദൗത്യം വനത്തിലേക്ക് കടത്തിവിടുക എന്നുള്ള ദൗത്യം ആരംഭിച്ചത്. ഇന്നലെ രാത്രിയാണ്. ഏകദേശം കടുവ ആ ഭാഗത്ത് നിന്നും അനങ്ങാതിരുന്നപ്പോൾ മാത്രമാണ് പടക്കം പൊട്ടിച്ചത്. കടുവ ഏകദേശം ആ വഴിയിലേക്ക് തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ സഞ്ചാരപഥം മാറ്റി ടേൺ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് മേച്ചേരിക്കുന്ന് ഭാഗത്തേക്ക് പോയത്. ആ ഭാഗത്തും ആളുകളെ വിന്യസിച്ചിരുന്നു, ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. അവരാണ് ഇതിൻ്റെ സ്പോട്ട് പിന്നീട് കണ്ടെത്തി മേച്ചേരിക്കുന്ന് ജനവാസ കേന്ദ്രത്തിലടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശ്വാസകരമായ രീതിയിൽ തന്നെയാണ്, അവർ പ്രകോപിതരാകാതെ വളരെ ആശ്വാസകരമായ രീതിയിൽ സംതൃപ്തരായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടുവയാണ്, വന്യമൃഗമാണ്, അതിൻ്റെതായ വന്യമൃഗങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടികളെ അടക്കം പുറത്തേക്ക് വിടരുത് എന്നുള്ള കാര്യങ്ങൾ അവർ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള പനമരം ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ 6, 7, 8, 9, 14, 15 വാർഡുകളായ നീർവാരം, അമ്മാനി, നടവയൽ, പരിയാരം, ചുണ്ടക്കുന്ന്, അരിഞ്ചേർമല ഭാഗങ്ങളിലും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 19, 20 വാർഡുകളിലെ സ്കൂൾ, അംഗനവാടി, മദ്രസ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കളക്ടർ DR മേഘശ്രീ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികൾ മാത്രമല്ല എല്ലാവരും, ജനങ്ങൾ അടക്കം പുറത്തിറങ്ങരുത് എന്നുള്ള ഉപദേശമാണ് കളക്ടർ അടക്കമുള്ള ആളുകൾ നൽകുന്നത്. അത് കടുവയെ പിടികൂടാൻ കൂടിയുള്ള ഒരു സുരക്ഷിതമായ ഒരു രീതിയുടെ ഭാഗം കൂടിയാണ്. അതിൽ എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മനു.
ശരിയൊക്കെ താങ്ക് യു ജോഷ്ലിയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും എത്ര മനോഹരമായ ഒരു സ്ഥലമാണല്ലേ, എത്ര ഭംഗിയുള്ള ഒരു പ്രദേശമാണെന്ന് നോക്കൂ. പക്ഷേ ആ പ്രദേശത്തെ മനുഷ്യർ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഭീതിയിലാണ്. കാരണം കടുവയെന്ന് പറയുന്ന വന്യമൃഗം അവരുടെ ജീവിത വ്യവസ്ഥകളെ അത്രമാത്രം ഭീതിയോടെ ജീവിത വ്യവസ്ഥയിലേക്ക് അത്രമാത്രം ഭയപ്പാടോടെ കടന്നു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ നടപടികളോട് സഹകരിച്ചുകൊണ്ട് അവിടുത്തെ സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രതികരിക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട തന്നെയാണ്. ഏതായാലും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാം. എത്രയും വേഗം ഈ കടുവയെ പിടികൂടാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മയക്കുവെടി വയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് ദൗത്യ സംഘം പോകുമെന്ന് കരുതാം.